ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എന്താണ്, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇവിടെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണം. ഞാൻ ചന്തക്കുന്നാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പണിയുണ്ട് ഇവിടെ. കൊണ്ട് ഫുള്ള് ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാൻ, ഞാൻ പണിയെടുക്കണമൊക്കെ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണികളും കാര്യങ്ങളും നമ്മൾ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാനൊന്ന് കാണിക്കാം. പിന്നെ ഇവിടെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കൂടെ എൻ്റെ സിസ്റ്റർ, അപ്പോൾ അതും കാണിക്കാം. പിന്നെ ഞാൻ പണിയെടുക്കണമൊക്കെ ഒന്നും കൂടി കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൺഡേ ആണ് ഈ വീഡിയോ എടുക്കണം, പക്ഷെ നിങ്ങൾ കാണുന്നത് മിക്കവാറും തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾക്ക് കടന്നുറങ്ങാൻ വീണ്ടും തോന്നുകയാണ്. ഫുള്ള് പണികളാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ കിച്ചണിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിക്കാം. അയ്യോ, ഞാനിവിടെ ഡോറൊക്കെ അടച്ച് വന്ന് ഇൻട്രോ എടുക്കണം. ഈ കുട്ടികളെ സൗണ്ടാണ് ഭയങ്കര. കണ്ടോ, ആഹാ ആഹാ ഫുള്ള് പണിയാണ്. ഒരാളിവിടെ വാക്കറിൽ ഓയ് ഓയ് ഓയ്. അപ്പൊ അതാ കിച്ചൺ ഫുള്ള് പണിയാണ്. ഇതൊക്കെ എനിക്കുള്ളതാണ് ഈ ക്ലീനിങ് പരിപാടി. കിച്ചൺ ഈ ഫുഡ് ഉണ്ടാക്കുന്ന പണിക്കൊന്നും ഞാൻ കയറലില്ല, അതുകൊണ്ട് ക്ലീനിങ് എനിക്കുള്ളതാണ്. ഇതാ ചിക്കൻ ഇവിടെ മസാല കൂട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മളെ ചോറ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ തുടങ്ങി. എനിക്കിഷ്ടം ഈ ക്ലീൻ ചെയ്യാനാണ്. കിച്ചണത്തെ പണി എനിക്ക് അധികം ഇഷ്ടമല്ല, പക്ഷെ ആവശ്യം വന്നാൽ നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു പണികൾക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കാറുള്ളത്. അത് ഞാൻ കല്യാണം കഴിച്ച് ചെന്നപ്പോഴും എനിക്ക് ആ ഒരു ശീലം മാറ്റേണ്ട ഒരു സാഹചര്യം വന്നില്ല. കാരണം അവിടുത്തെ ഉമ്മ അടിപൊളിയാണ്. ഉമ്മ കിച്ചണത്തെ കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെയാണ് ചോറും കൂട്ടാനൊക്കെ ചെയ്യണത്. നമുക്കല്ലാത്ത പണികളാണ് നമ്മൾ ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്നല്ലാതെ അതൊരു പ്രധാനപ്പെട്ട ഒരു പണിയായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും. ബിരിയാണി അവിടെ ദമ്മിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്ററാണ് ആ ബിരിയാണി വെച്ചത്. അവൾ നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അവളെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനൊരു ബിരിയാണി ലവറൊന്നുമല്ല, ഞാൻ ഒരു മന്തി ഫാനാണ്. പക്ഷേ നമുക്ക് ചില സമയത്ത് ബിരിയാണി കഴിക്കൊരാഗ്രഹമാണല്ലോ. അപ്പം ഞാനാണ് പറഞ്ഞത് ഒരു ബിരിയാണി വെച്ച് തരുമെന്ന്. ഞങ്ങൾ രണ്ടാളും ഒരു 4-5 വയസ്സിന് മൂത്തതാണ് ഓളിൻ്റെ. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് വളർന്ന ആൾക്കാർ. എനിക്ക് 2 താത്തമാരാണുള്ളത്. പക്ഷേ വലിയ താത്ത എന്നെക്കാളും കുറച്ച് മൂത്തതായതുകൊണ്ട് ആ ഒരു ബഹുമാനം എനിക്കുണ്ട്. ഇവളും ഞാനും 4-5 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിലും എനിക്കെന്തോ ഒരുമിച്ച് വളർന്ന ആ ഒരു ഇതായതുകൊണ്ട് ആ ഒരു ബഹുമാനം തീരല്ല. പിന്നെ നമ്മുടെ സംസാരത്തിലോ വിളിയിലോ ഒന്നും അല്ലല്ലോ ബഹുമാനം ഇരിക്കുന്നത്. പിന്നെ ഇപ്പം ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ കൂടുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടും പോവും എന്നല്ലാതെ. പക്ഷെ നമ്മളെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാവും. അത് ഏത് വീഡിയോ ഇടുന്ന ആൾക്കാരല്ല, അവിടെയൊക്കെ ലൈഫിലൊരു നെഗറ്റീവോ പോസിറ്റീവോ സന്തോഷങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം ചിലപ്പോൾ നമ്മൾ പബ്ലിക്കിൽ കാണിക്കണം എന്നില്ല. അതിലുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടമാണ് എൻ്റെ ഉമ്മ ഇപ്പോൾ മരിച്ചിട്ട് 2 വർഷം ആവാൻ പോകുന്നു ഈ നോമ്പിന്. ഏറ്റവും ചെറുപ്പത്തിൽ ഉമ്മ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്കെൻ്റെ 23 വയസ്സിലാണ് എൻ്റെ ഉമ്മ മരിക്കുന്നത്. ഇപ്പോൾ 2 വർഷം ആവും ഈ നോമ്പ് വന്നാൽ. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ ഇപ്പോൾ നമുക്കിങ്ങനെ ഓരോ വീഡിയോസിലോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ വലിയ വലിയ ആൾക്കാർക്ക്, പിന്നെ ഉമ്മാൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. നമുക്ക് മാത്രം എന്താ പഠിച്ചോന് ഇങ്ങനത്തെ ഒരു വിധി തന്നത്. ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ട് വളർത്തിയ ഒരാളാണ്. പക്ഷേ ഇപ്പം നമ്മളെല്ലാവരും സ്റ്റേബിളായി ഫിനാൻഷ്യലി നമുക്ക് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയി നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനും എല്ലാത്തിനും ഉള്ളൊരു ടൈം ആയപ്പം അത് അനുഭവിക്കാനോ അല്ലെങ്കിൽ കാണാനോ ഉമ്മ ഇല്ല എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. ഞാൻ ഡ്രൈവിങ് പഠിച്ചൊക്കെ എൻ്റെ ഉമ്മാൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ കാർ ഓടിക്കണതും സ്കൂട്ടി ഓടിക്കണമൊക്കെ അതൊക്കെ അങ്ങനെ സ്വന്തം ഓടിച്ച് ഉമ്മാനെയും കൊണ്ട് പോവാനൊക്കെ അതൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊക്കെ പഠിച്ചവനെന്തോ പെട്ടെന്ന് ഇങ്ങനെ മുറിച്ച് കളഞ്ഞ പോലെയാണ്. പക്ഷെ അത് എന്തെങ്കിലും ഒരു നല്ലതിനാവും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് താങ്ങാനുള്ള ശക്തി ചിലപ്പോൾ പഠിച്ചവൻ തന്നതുകൊണ്ടും ആവാം അങ്ങനെ ഉള്ളത്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമം അനുഭവിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഈ കല്യാണം കഴിച്ച് വന്ന വീട്ടിലാണെങ്കിലും അവിടുത്തെ ഉമ്മ അടിപൊളിയാണ്. ഉമ്മ ഒരിക്കലും എന്നൊരു മരുമോളായിട്ട് കണ്ടിട്ടില്ല. എപ്പോഴും സ്വന്തം മോളായിട്ട് തന്നെ കാണുന്നതുകൊണ്ട് അവിടുത്തെ വീട്ടുകാരും എല്ലാവരും ആ ഒരു ലെവലിൽ കാണുന്നതുകൊണ്ട് എനിക്കെന്തോ അതത്ര ഒരു ചില സമയത്ത് എന്തായാലും ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ നഷ്ടം അറിയാൻ പറ്റും. പക്ഷെ എന്നാലും പൊതുവേ എനിക്കങ്ങനെ ചിന്തിക്കേണ്ട ഒരു ഇത് വരലില്ല. അത്രയും ഒരു നല്ല രീതിയിലാണ് നമ്മളെ കെയർ ചെയ്യണത്. അപ്പം ഞങ്ങൾക്ക് ചില സമയത്ത് അത് ഭയങ്കര രീതിയിൽ വിഷമമായിട്ട് വരും. ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് ആലോചിക്കുമ്പം ഒക്കെ ഭയങ്കര വിഷമം ഉണ്ടാവും. പക്ഷേ
നമ്മളെല്ലാ ജീവിതത്തിലും ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടം. അപ്പോൾ എനിക്ക് ഇങ്ങനെ കാണുമ്പം ചിലപ്പോൾ തോന്നും ചില ഉമ്മമാരൊക്കെ അല്ലെങ്കിൽ ഉപ്പമാരൊക്കെ പുറത്ത് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുക അല്ലെങ്കിൽ നോക്കാതെ മക്കൾ അവിടെ ഇവിടെ ഇട്ടു പോവുക. അങ്ങനത്തെ ആൾക്കാരതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കൊന്നും നോക്കാൻ പോലും കിട്ടാത്തതുകൊണ്ടുള്ള വിഷമമാണ്. കിട്ടിയവനാണെങ്കിൽ തിരിഞ്ഞ് നോക്കണമില്ല, അങ്ങനത്തെ അവസ്ഥ തോന്നും. അപ്പോൾ നിങ്ങൾക്കൊക്കെ പേരൻസ് ഇപ്പോൾ ഉള്ള സമയത്ത് അവരെ മാക്സിമം സന്തോഷത്തോടെ നോക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, അവരെ മാക്സിമം സ്നേഹിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ നാളെ നമ്മളുണ്ടാവും അല്ലെങ്കിൽ അവർ നമ്മളൊപ്പം ഉണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. കാലം പോണത് എന്ന് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റായിട്ടാണ് പോണത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇതാണ് ഓർമ്മ വന്നത്. ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അതൊരു ടോക്ക് വരും, അത് സ്വാഭാവികമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ടോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു. പക്ഷെ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് നേരമായി. പിന്നെ ഞാൻ ഒന്ന് കടന്നു. പിന്നെ ഞാൻ പാച്ചുവിനെയും ഷാനുവിനെയൊക്കെ ഒന്ന് പോയി ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടിട്ട് എന്ന് വിചാരിച്ച് നിന്നപ്പോത്തിന് ഓലിതാ ഇങ്ങോട്ട് വന്നിക്കണ്. പോയി കുളിക്കുക ചാച്ചി തരാതെ. ചിന്തല കുപ്പിടുത്തേക്ക് ഉമ്മ ചിപ്പ് കുളിച്ചു പോകാൻ പറഞ്ഞിട്ട് മാതോളി നാരങ്ങ കൊടുന്നതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് ഞങ്ങളൊന്ന് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കട്ടെ. അപ്പൊ ഇതൊക്കെ കുളിക്കാതെ വന്ന് നിക്കാണ്. അപ്പൊ നമ്മളെ മാന്തോളി കട്ട് ചെയ്യാ. മധുരം ഉണ്ടാവോ എന്താന്ന് അറിയില്ല കേട്ടോ. സെന്റർ കട്ട് ചെയ്യലടാ, കട്ട് ചെയ്തോ. ആളിയാക്കാന്റെ ടീഷർട്ടാണ് ഞാൻ ഇട്ടിക്കണത്. രാത്രിയായ അതാ ശരിയായില്ല. എനിക്കിതൊന്ന് കട്ട് ചെയ്ത് വലിയ ശീലല്ല. വാവ്, നമ്മളത് ഞാൻ അധികം മുളക് ഇട്ടില്ല, ഒന്ന് നോക്കട്ടെ കേട്ടോ. എന്താ തിന്നോ. കട്ടായിട്ടേ ആ കഴിച്ചോ. രസമുണ്ടോ? തിന്നോളി. അങ്ങനെ ഈ മാതോളിയും കൂടി തിന്ന് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ടപ്പോൾ ഭയങ്കര പൊളി കേട്ടോ, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇപ്പം രാത്രി ഇവിടെ സുലുമില്ല, ഓള് പുറത്തിങ്ങോട്ട് ഓളെ കെട്ടിച്ച വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതും കൂടി കഴിച്ച് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ നമുക്കിനി റംലാനൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസങ്ങളാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും നമുക്കിനി വീണ്ടും കാണാം. ബൈ.